ആസ്ട്രോ ഹീലിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ മുൻപിൽ ഈ ഒരു വീഡിയോ വരുന്നത് ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു റീഡിങ് മുഴുവനായിട്ടും കാണുക, സ്ക്രോൾ ചെയ്ത് പോകരുത്. കാരണം 100% ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സന്ദേശം ഇതിലുണ്ടായിരിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു റീഡിങ്ങിനെ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾക്ക് വളരെയധികം ആവശ്യമുള്ള ഒരു സമയത്തായിരിക്കും ഈ ഒരു റീഡിങ് നിങ്ങളെ തേടിയെത്തുന്നത്. നിങ്ങൾ വളരെ ഭാഗ്യമുള്ള അല്ലെങ്കിൽ വളരെയധികം ലക്കി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാരണം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരികയാണ്. ഒരിക്കൽ നിങ്ങൾ എത്ര വിചാരിച്ചിട്ടും നടക്കാത്ത ചില കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് അനുകൂലമായിട്ട് സംഭവിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മെച്ചപ്പെടുകയാണ്. നിങ്ങൾക്കുള്ള നീതി നടപ്പാക്കപ്പെടുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്ന ആ മോശമായിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം വേഴ്സ്റ്റ് ആയിട്ടുള്ള ആ ഒരു കാലഘട്ടങ്ങളെല്ലാം തന്നെ ഇവിടെ അവസാനിക്കുകയാണ്. ആ മോശമായിട്ടുള്ള ആ ഒരു ദിനങ്ങൾ, നിമിഷങ്ങൾ, വഞ്ചനകൾ, സ്ട്രഗിൾസ്, ബുദ്ധിമുട്ടുകൾ, വെല്ലുവിളികൾ, നിങ്ങളുടെ ഹൃദയത്തിൽ അനുഭവപ്പെട്ട ആ ഒരു വേദന, നിങ്ങൾക്ക് നേരിടേണ്ടി വന്നതായിട്ടുള്ള ആ ഒരു ടോക്സിസിറ്റി, അതെല്ലാം തന്നെ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ ഈ ഒരു നിമിഷം ഈ ഒരു റീഡിങ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ആ ഒരു നല്ല ദിനങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലെങ്കിൽ എത്തിയിരിക്കുന്നു. നിങ്ങളുടെ ആ ഒരു ഡിവൈൻ ടൈമിങ്ങിലായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ലഭിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹിക്കപ്പെടുക, സന്തോഷിക്കുക, സമാധാനത്തോടെ ഇരിക്കുക എന്നുള്ളതൊക്കെയും നിങ്ങളുടെ അവകാശമാണ്. അത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുമുണ്ട്. നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന വ്യക്തികൾ നിങ്ങൾക്കായിട്ട് പ്രവർത്തിക്കും, അല്ലാതെ നിങ്ങൾക്കെതിരായിട്ടായിരിക്കില്ല പ്രവർത്തിക്കുന്നത്. ഇത് നിങ്ങളുടെ ജന്മാവകാശമാണ്, ഇത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളതുമാണ്. അതുപോലെ മറ്റുള്ളവർ നിങ്ങളെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും മാനിക്കും, അതും നിങ്ങളുടെ ഡെസ്റ്റിനിയിലുണ്ട്. സ്നേഹിക്കപ്പെടുന്നതായും സന്തോഷിക്കുന്നതായും ജീവിതത്തിൽ സംതൃപ്തി തോന്നുന്നതായിട്ടും ഒക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവയെല്ലാം നിങ്ങൾ അർഹിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആകുന്നതായിട്ട് കാണുന്നു. ഇത് നിങ്ങൾ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചതും മാനിഫെസ്റ്റ് ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇതെൻ്റെ അവകാശമാണ് എന്നുള്ളത് നിങ്ങൾ ക്ലെയിം ചെയ്യുക. ഈ ഒരു എനർജിയെ നിങ്ങൾ ക്ലെയിം ചെയ്യുക. ഈ ഒരു റീഡിങ് എൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ കൂടെയാണ്. ഇത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അർഹിക്കുന്നതിനാൽ തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു എനർജിയെ നിങ്ങൾ ക്ലെയിം ചെയ്യുക. അതുപോലെ ഞാൻ ഈ പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം പ്രത്യേകിച്ചും നിങ്ങൾ നിങ്ങളുടെ ലവ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നേരിട്ടിരുന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് അനുകൂലമായിട്ട് ആ ഒരു ലവ്, ആ ഒരു വ്യക്തി മാറും. ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ബന്ധത്തിൽ, ഒരുപാട് കാര്യങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കും. ഒരു പ്രോഗ്രസ് ഉണ്ടാകും. നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഒരു പ്രോഗ്രസ് ആയിരിക്കും ഈ ഒരു ബന്ധത്തിൽ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ കൂടുതൽ ആത്മവിശ്വാസം നിങ്ങളിലുണ്ടാകും. കൂടുതൽ നിങ്ങൾ സ്ട്രോങ് ആയതുപോലെ ഒരു ഫീലിംഗ് നിങ്ങൾക്കുണ്ടാകും. കൂടുതൽ സന്തോഷവും സമാധാനവും ഒക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടും. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വളരെയധികം സാറ്റിസ്ഫൈഡ് ആകും. ഞാൻ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നേടിയെടുത്തു എന്നുള്ള ഒരു ചിന്ത നിങ്ങളിലുണ്ടാകും. അത് തന്നെ നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാക്കാനുള്ള ഒരു കാരണം കൂടെയാണ്. ഇത് റൊമാൻറ്റിക്കലി മാത്രമല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ മറ്റു മേഖലകളിലും നിങ്ങൾക്ക് ഇതേപോലുള്ളൊരു ഫീലിംഗ് ആയിരിക്കും ഉണ്ടാകുന്നത്. അതിപ്പോൾ നിങ്ങളുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്നിരുന്ന അവസരങ്ങളോ ഒക്കെ ആകാം. ഇത് സംഭവിക്കുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെടും. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. ഇവിടെ ഒരു ഫയർ എനർജിയാണ് കാണുന്നത്. അതായത് കാര്യങ്ങളൊക്കെയും വളരെ വേഗത്തിൽ നടക്കുമെന്നാണ് ഈ ഒരു ഫയർ എനർജി നമ്മളോട് പറയുന്നത്. നിങ്ങൾക്ക് ഇനിയും ഒരുപാട് കാത്തിരിക്കേണ്ടി വരില്ല, അല്ലെങ്കിൽ എന്തിനാ ഇത്രയും സമയമെടുക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചിരിക്കേണ്ടി വരില്ല. വളരെ വേഗത്തിലുള്ള ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ നിങ്ങളോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, വരാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സമയമാണ്.
പാസ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടാകാം. പാസ്റ്റിൽ എന്ത് നടന്നോ അത് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി അതുമായിട്ട് നിങ്ങൾക്ക് യാതൊരുവിധ ബന്ധവുമില്ല. ഇവിടെ വളരെ മനോഹരമായിട്ടുള്ളൊരു അനുഗ്രഹത്തിൻ്റെ എനർജിയാണ് ഇവിടെ കാണുന്നത്. സ്നേഹമുള്ള ബന്ധങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. സാമ്പത്തികം കാണാം, സമാധാനം കാണാം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാശ് കൊടുത്ത് വാങ്ങാൻ കഴിയും. എന്നാൽ നമുക്ക് കാശ് കൊടുത്ത് വാങ്ങാൻ കഴിയാത്ത ഒരു കാര്യമാണ് സമാധാനം എന്ന് പറയുന്നത്, അല്ലേ? ഈ രീതിയിൽ കാശ് കൊടുത്ത് വാങ്ങാൻ കഴിയുന്നതും കാശ് കൊടുത്ത് വാങ്ങാൻ കഴിയാത്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെയും നിങ്ങളുടെ അടുത്തുണ്ടാകും. അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. നിങ്ങൾക്ക് ഒരു പുതിയ ഫീലിംഗ്, ഒരു പുതിയൊരു അനുഭവം നിങ്ങളിലുണ്ടാകും. അതായത് നിങ്ങളുടെ ജീവിതവും നിങ്ങളും വളരെയധികം ബെസ്റ്റാണ് എന്നുള്ളൊരു തോന്നൽ, പെർഫെക്റ്റ് ആണ് എന്നൊക്കെ ഒരു തോന്നൽ, അത് നിങ്ങൾക്കൊരു പുതിയ അനുഭവമായിരിക്കാം ഒരു പക്ഷേ. കാരണം ഒരുപാട് അനുഭവത്തിൽ കൂടി കടന്നു പോയത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ എപ്പോഴും നിങ്ങളെ വിട്ടു പോയതുമാണ്. നിങ്ങൾക്ക് ഒരു പ്രത്യേക ശക്തി അനുഭവപ്പെടും, വളരെയധികം സന്തോഷം അനുഭവപ്പെടും. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നതിലും അപ്പുറം അനുഗ്രഹങ്ങളും സമൃദ്ധിയും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ചിലപ്പോൾ ഈ ഒരു സമയത്ത് അത് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയണമെന്നില്ല. എന്നാൽ ഇത് സംഭവിച്ചു കഴിയുമ്പോൾ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾക്കൊരു വലിയ അത്ഭുതമായിട്ട് തോന്നും. ഈ ഒരു ജീവിതത്തിൽ വളരെയധികം സംതൃപ്തി നിങ്ങൾക്കുണ്ടാകും, വളരെയധികം എക്സൈറ്റ്മെൻറ്റ്, ജീവിതത്തോട് തന്നെ ഒരു എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾ മനസ്സിലാക്കും ഇതെല്ലാം സമയത്തിൻ്റെ ഒരു കളിയായിരുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് നേട്ടങ്ങളും ലാഭങ്ങളും ഒക്കെ ഉണ്ടാകും. കമ്മിറ്റ്മെൻറ്റ് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ അടുത്ത് നിന്നും ഒരുപക്ഷെ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റോ ഒരു ഉത്തരവാദിത്വമോ ഒന്നും നിങ്ങളുടെ ബന്ധങ്ങളിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകില്ല. അതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലേ ഒരു ബന്ധത്തിൽ. ഒരു പാർട്ട്ണർ, കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു പാർട്ട്ണറിനെ കിട്ടണമെന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അതുപോലെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഈ ഒരു ബന്ധത്തിന് ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട്. ഇത് വളരെ പവർഫുള്ളാണ്. അതായത് ഒരു പുഴുവിൽ നിന്നും, ഒരു പട്ടുനൂൽ പുഴുവിൽ നിന്നും ഒരു ശലഭമായി മാറിയതുപോലെ ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടാകും. കാരണം ഈ ഒരു കാറ്റർപില്ലർ അല്ലെങ്കിൽ ഈ ഒരു പുഴു എന്ന് പറയുന്നത് അത് ആ ഒരു കൊക്കൂണിൻ്റെ അകത്താണ് ഇരിക്കുന്നത്, ആ ഒരു കൂട്ടിനകത്താണ് ഇരിക്കുന്നത്. അത് ഇരുട്ടിലാണ് ഇരുന്നത്, അല്ലെങ്കിൽ അത് ഒറ്റപ്പെട്ടാണ് ഇരുന്നത്. എന്നാൽ ഒരു ചിത്രശലഭമായി മാറുമ്പോൾ അത് ലോകം കാണും, അല്ലെങ്കിൽ പറന്ന് നടക്കും, ഇൻഡിപെൻഡൻ്റ് ആകും. അതിന് ഒരുപാട് സന്തോഷം തോന്നും, അല്ലേ? അതിൻ്റെ പൂർണ്ണ ആ ഒരു വളർച്ചയും ഒക്കെ എത്തിയിട്ടുണ്ടായിരിക്കും അത്. അതുപോലെ തന്നെ ഒരു മാറ്റമാണ് നിങ്ങളിലും സംഭവിക്കുന്നത്. അത് ഒരു ശലഭമാകുമ്പോൾ അതിനെ കാണാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. നമുക്കെല്ലാവർക്കും അതിനോടൊരു ഇഷ്ടം തോന്നും, എന്തു ഭംഗിയാണ് എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ നിങ്ങളെ കാണുമ്പോഴും മറ്റുള്ളവർക്ക് അങ്ങനെ ഒരു ആകർഷണം തോന്നും. ആ ഒരു രീതിയിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ് നിങ്ങളിലും ഉണ്ടായത്. ഇതൊക്കെ ആവശ്യവുമായിരുന്നു. അതുപോലെ നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന വ്യക്തികൾ നിങ്ങളെ ബഹുമാനത്തോടു കൂടി നോക്കും. അവർ നിങ്ങളോട് വളരെയധികം അടുപ്പം കാണിച്ചേക്കാം. അവർ നിങ്ങളെ ഉപയോഗിക്കാനല്ല ശ്രമിക്കുന്നത്, മറിച്ച് അവർ നിങ്ങളോട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവരിൽ നിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അവർ നിങ്ങളെ മനസ്സിലാക്കും, അവർ നിങ്ങളെ അഭിനന്ദിക്കും. നിങ്ങളുടെ കൂടെ ഉണ്ടാകുമ്പോൾ അവർക്കും ഒരു സംതൃപ്തി അനുഭവപ്പെടും. ഇവിടെ 10 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് ധാരാളം പണം, വിജയം, സന്തോഷം ഒക്കെ ഉണ്ടാകുമെന്നാണ്. നിങ്ങൾക്ക് ശരിക്കും ഡിവൈൻ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. പക്ഷെ ആ ഒരു വിശ്വാസം പൂർണ്ണമാകും. നിങ്ങൾ ആരാണോ ആ രീതിയിൽ മറ്റുള്ളവർ നിങ്ങളെ കാണാൻ തുടങ്ങും. പ്രത്യേകിച്ചും ഇപ്പോഴും നടക്കുന്നില്ല എന്ന് തോന്നുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്ന, നിങ്ങളെ ഇമോഷണലി തളർത്തുന്ന കാര്യങ്ങളുണ്ടാകാം. അവയൊക്കെയും കൂടുതൽ ബെറ്റർ ആകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷവും ശക്തിയും നൽകും. അതുപോലെ നിങ്ങൾക്ക് വീണ്ടും നിങ്ങളെ വിശ്വസിക്കാൻ കഴിയും. നിങ്ങളെ തന്നെ വിശ്വസിക്കാൻ തുടങ്ങും. മറ്റുള്ളവർ നിങ്ങളെ വിശ്വസിക്കുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. അതുപോലെ പെൻഡിങ് ആയിട്ട് കിടക്കുന്ന എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സോ പേപ്പർ വർക്കോ അല്ലെങ്കിൽ വിസയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ അവിടെയൊക്കെയും ഒരു സക്സസ് കാണുന്നുണ്ട്. കാരണം ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഒരു പൂർണ്ണത അനുഭവപ്പെടും. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെയും നടന്നു കിട്ടും. നിങ്ങൾക്ക് വേണ്ടത്
എല്ലാം നിങ്ങളെയും തേടുന്നുണ്ട്. നിങ്ങൾക്കാണ് എല്ലാം സംഭവിക്കുന്നത്. നിങ്ങൾക്കായിട്ടാണ് എല്ലാം സംഭവിച്ചത്. നിങ്ങളുടെ നന്മയ്ക്കായിട്ടാണ് എല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കും. ജീവിതത്തിൽ സ്റ്റക്കായി നിൽക്കുന്ന, ഒന്നും നടക്കുന്നില്ല എന്നോർത്ത് വിഷമിച്ചിരിക്കുന്ന, റിലേഷൻഷിപ്പിലൊക്കെ ബുദ്ധിമുട്ടുന്ന വ്യക്തികൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ആ വ്യക്തികൾക്കും ഈ ഒരു റീഡിംഗ് അയച്ചു കൊടുക്കുക. കാരണം നിങ്ങൾ സക്സസ് ആവുന്നതോടൊപ്പം, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷപ്പെടുന്നതോടൊപ്പം വേറൊരാളും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത്, അവരുടെ ജീവിതത്തിലെ വിഷമങ്ങൾ മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, അതൊക്കെ നിങ്ങൾക്ക് ഒരു നല്ല കർമ്മമായിട്ടാണ് അത് മാറുന്നത്. അപ്പോൾ അതിൻ്റെ അനുഗ്രഹവും ചേർത്ത് നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന, ഒരുപാട് വിഷമിക്കുന്ന, എന്ത് ചെയ്യണമെന്നറിയാത്ത വ്യക്തികളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. അവരും കാണട്ടെ, അവരിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകട്ടെ, അവരിലും അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. കാരണം കർമ്മ എന്ന് പറയുന്നത് വളരെ സത്യമുള്ള ഒരു കാര്യമാണ്. കർമ്മ എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾ പോലും കർമ്മയാകുന്നതാണ്. അപ്പോൾ നമ്മൾ അവർ ജയിക്കണമെന്ന്, അവർ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് നമുക്ക് 10 ഇരട്ടി സമൃദ്ധിയും സമാധാനവും സന്തോഷവും നൽകാൻ കാരണമാവുകയുള്ളൂ. അതുകൊണ്ട് ജീവിതത്തിൽ വിജയിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ആരും ആയിക്കോട്ടെ, അവർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക. ആ ഒരു എനർജിയിൽ നിങ്ങൾ നിൽക്കുക. അതൊരു പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റ് ഉള്ളവർക്കേ അതിന് സാധിക്കുകയുള്ളൂ, അല്ലേ? ഒരുപാട് സമ്പത്ത്, ഒരുപാട് സന്തോഷം, ഒരുപാട് സമ്പത്ത്, ഒരുപാട് പണം ഒക്കെ വരുന്നതായിട്ട് കാണാം. നിങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്നതായിട്ട് കാണാം. വളരെയധികം ലക്കി ആയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം എനിക്ക് ഭാഗ്യമില്ല എന്നില്ല. നിങ്ങൾ വളരെയധികം ലക്കി ആയിട്ടുള്ള ഭാഗ്യമുള്ള വ്യക്തികളാണ്. നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ ഭാഗ്യമുണ്ട്. ഡിവൈൻ്റെ അനുഗ്രഹമുള്ള വ്യക്തികളാണ് നിങ്ങൾ. ഡിവൈൻ്റെ അനുഗ്രഹമുള്ള വ്യക്തികൾക്ക് എന്താണ് ഇല്ലാതെ ഇരിക്കുന്നതല്ലേ? ഡിവൈൻ്റെ അനുഗ്രഹമുള്ള വ്യക്തികളാണ്. നല്ല കർമ്മങ്ങൾ ചെയ്യുക, നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം പറയുക. നമ്മളോട് ആരെങ്കിലും ദ്രോഹിച്ചാൽ പോലും നമ്മൾ റിവഞ്ച് ചെയ്യേണ്ടതായിട്ടില്ല. കാലം അവർക്കുള്ളത് അതുപോലെ കൊടുത്തോളും. അതും നമ്മൾ കാണേണ്ടതില്ല, നമ്മൾ ആഗ്രഹിക്കേണ്ടതില്ല അവർക്ക് കിട്ടണമെന്ന്. പക്ഷേ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നല്ലതാണെങ്കിൽ നല്ലത് കിട്ടുന്നത് പോലെ തന്നെ ചീത്ത ചെയ്താൽ ചീത്തയും കിട്ടും. അതുകൊണ്ട് നിങ്ങൾ സത്യമാണെങ്കിൽ നിങ്ങൾ അതുപോലെ മുന്നോട്ട് പോവുക. നിങ്ങൾ ആർക്കും എതിരായിട്ട് നെഗറ്റീവായിട്ട് ഒരു വാക്ക് പോലും പറയേണ്ടതില്ല. പറഞ്ഞാൽ അതും കർമ്മയാകും. അതുകൊണ്ട് സൂക്ഷിക്കുക. ഒരാൾ നിങ്ങളെ വേദനിപ്പിച്ചു, പക്ഷെ ആ വേദന നിങ്ങൾക്ക് സഹിക്കാൻ കഴിയാതെ നിങ്ങളുടെ മനസ്സിലായാലും, അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയോടല്ലാതെ മറ്റൊരാളിനോടായാലും അവരെക്കുറിച്ച് മോശമായിട്ട് പറയുന്നതും ഒരു കർമ്മയാവുകയാണ്. അതുകൊണ്ട് നിങ്ങളൊന്നും പറയാതിരിക്കുക. നിങ്ങൾ സൈലൻ്റ് ആയിട്ടിരിക്കുക. ആ കാര്യത്തെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ചെയ്തത് ശരിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടായിരിക്കും. കാരണം ഭാഗ്യമുള്ള വ്യക്തികളാണ് നിങ്ങൾ. ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള വ്യക്തികളാണ് നിങ്ങൾ. സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.